അതായത് നിങ്ങൾക്ക് വേണ്ട ഫാബ്രിക്സ് എല്ലാം ഇവിടെ തൊട്ടടുത്ത് accessible ആണ്. ഫുഡ് ഉണ്ടാകുന്ന ഔട്ടാണ് കാരണം ഇത് നന്നായിട്ട് അമ്പരുന്നുണ്ട്. പ്ലസ് ഓൾറെഡി ഓപ്പൺ ആയിരിക്കും. മോമോസ് കഴിക്കാൻ പോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മാത്രം പാവം, ഇവരെല്ലാവരും ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെ ചേച്ചി? ചേച്ചി Okay, let's go. ഹലോ ഗൈസ്, ഞങ്ങൾ മോമോസ് കഴിക്കാൻ പോവാ. നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് നമ്മള് സ്ഥിരം ഋഷിയുടെ മെയിൻ ഐറ്റം കമ്മല് നോക്കൽ. കമ്മല് നോക്കി ചെരുപ്പ് നോക്കി കമ്മല് പോകും. എന്നിട്ട് ചായ കുടിക്കുന്നുണ്ടോ? ചായ കുടിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും, മോമോസ് കഴിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. എനിക്ക് പഠിക്കണം. അപ്പൊ പഠിക്കുമ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവര് വർത്താനം പറയുമോ? അതാണ് ഞാനും വർക്ക് ചെയ്യുന്നു. എനിക്ക് ബ്ലേസർ വേരിയേഷൻ ഉണ്ടാക്കണം. ആരെങ്കിലും പറഞ്ഞു തരുമോ എങ്ങനെ ഉണ്ടാക്കണം? ആരെങ്കിലും ഒന്ന് വീഡിയോ ഞാൻ യൂട്യൂബിലും കഴിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കമ്മൽ കട പോവാണ്. വേഗം വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കമ്മൽ കട. 50K ഞാൻ മണിക്കൂറോട് കൂട്ടി പറയാണ്. कम करेगा 30 को मिलेगा है ना? भैया ये देखो भैया, इसका स्टोन देखो. हाँ 30 भैया प्लीज. 35 क्या भैया? 30. हाँ ये ഇവിടെ ഭയങ്കര തലസുഖാണ്. എന്താ വേണ്ടേ? ഓ ചേച്ചിക്ക് വേണ്ടി. ചേച്ചിക്ക് വേണ്ടി ഇതൊക്കെ നമ്മുടെ കടയാണ്. ഇവിടുത്തെ ആന്റികളാണ്. അതെ, എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ആ കുഴപ്പമില്ല. ആ നന്നായിട്ടുണ്ട്. ആ തിരിച്ചു വെച്ചത് പുതിയ കട. ഈ കമ്പനികളുണ്ടോ? ആ നല്ലതാണ്, കുഴപ്പമില്ല. നോക്കിയാ നോക്ക്, ഇത് മറ്റേ സാധനമുള്ളതാ. ഏതെങ്കിലും വില ചോദിച്ചു. दीदी 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 ये कितने का? 100 का. ये कितना? 100. ഓ ഇതെന്തെങ്ങനെയാ? അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കളക്ഷനുള്ള ഒരു സ്റ്റോറാണ്. दीदी आंटी डैमेज है क्या? ആന്റി ഡാമിഷ് ഒരിക്കലും കളർ പോകില്ല. നീ എന്താ പറഞ്ഞ ആന്റി എന്താണോ? ഡാമിഷ് ആന്റി എന്താണ്? എനിക്കറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. अंजन ज्वेलर्स का शॉप है एंड आप लोग जल्दी कलेक्शन देख सकते हो. प्रॉपर प्रीमियम क्वालिटी विथ रीजनेबल प्राइसेस. ഏതെങ്കിലുമൊക്കെ प्लीज विजिट एंड फॉलो माय इंस्टाग्राम पेज @anjan jewellers. अंजन ज्वेलर्स इंस्टाग्राम കണ്ടവര് കുറേ എടുത്ത് പഠിച്ചു വെക്കുന്നുണ്ട്. എല്ലാം വാങ്ങോ ചാനാ? ഓക്കെ ഓക്കെ. ഇവിടെ അടിപൊളി സെലക്ഷൻ ആണ് നടക്കണം. ഏതൊക്കെ ഇഷ്ടപ്പെട്ടെ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് 3 ഓക്കെ നോക്കട്ടെ. നമ്മളെ ഗിഫ്റ്റിന്റെ മെയിൻ ഏരിയയാണ് ഫോർ ആക്സസറീസ്. ഇവിടെ എല്ലാം കിട്ടും. സെക്കൻഡ് പ്ലസ്
ടൈപ്പ് ഇയറിംഗ്സ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇവിടെ. എക്സാമ്പിൾസ് ലൈക്ക് ഇതിൽ തന്നെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് ഗൈസ്. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ അതിനുള്ള ഉണ്ട് നല്ല ഡിസൈൻസിന്റെ ഭയങ്കര പെർഫെക്ഷൻ. പിന്നെ ഫോർമൽ ടൈപ്സ് എല്ലാം ഉണ്ട് ഗൈസ്. എത്നിക്സും ഉണ്ട്. സോ മസ്റ്റ് വിസിറ്റ് ആണ്. And they are also in Instagram. Instagram ID അഞ്ച് ജ്വൽസ്. ഇതാ ഇവിടെ വേണേ കൊടുക്കും. എന്താ വാങ്ങിയ? ഞാൻ ഇപ്പൊ പുള്ളിക്കാരി കാണിച്ചു ചെറിയ റിങ് മനസ്സിലായി കാണിച്ചു. ഇതിന്റെ ഗോൾഡ് ആണ്. അല്ല എനിക്ക് സ്റ്റീംഡ് ഹാഫ്. എനിക്ക് സ്റ്റീമർ കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ചെറിയ ക്രിസ്പി കഴിക്കണം. ചിക്കൻ ഹാഫ് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു. ക്രിസ്പി ആവാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. സ്റ്റീം പെട്ടെന്ന് കിട്ടാനാണ് നോക്കാം. നമുക്കിരുന്നാലോ? ഇരിക്കണോ? എന്തെങ്കിലും പറയണോ? അതോ പരിസ്ഥിതിയെ കുറിച്ച് പറയാം. ഇപ്പൊ സ്റ്റീം മോമോസ് കിട്ടും. എനിക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു ക്രിസ്പി വേണോ ചിക്കൻ അതോ സ്റ്റീം വേണോ. ദൃശ്യ സ്റ്റീം ഓർഡർ ചെയ്തപ്പോ എനിക്ക് ത്വരയായി എനിക്കും വേണമെന്ന്. കുറെ കാലം കഴിച്ചാൽ നമ്മൾ കഴിക്കാൻ ചിക്കൻ ഇത് കഴിക്കുന്നുണ്ടോ? അല്ല മഷ്റൂം സ്റ്റിക്ക് കഴിക്കുന്നുണ്ടോ? സ്പേസ് ഉണ്ടാവല്ലോ. എനിക്ക് മഷ്റൂം സ്റ്റിക്ക് കഴിക്കാൻ തോന്നുന്നു. ചിലപ്പോൾ മനസ്സ് മാറാൻ പിടിക്കുന്ന സ്പേസ് ഇതിലില്ല. അത് ആദ്യം മേടിക്കണം. അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ ഇതും കിട്ടി. ഇത് നമ്മൾ കഴിക്കാൻ പോലെ ഞാൻ സീതാഫുൾ വാങ്ങി. നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് ഇരിക്കാൻ പോകണം. ഇവിടെ ഒരു ബാർബർ ചേട്ടനാണ്. ആ ചേട്ടൻ്റെ സ്ഥലത്താണ് ഇരിക്കാൻ പോകണം. എന്തെങ്കിലും പറയുന്നറിയില്ല. ഞങ്ങൾ സ്ഥിരം വന്ന് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. സ്റ്റീം അല്ല ചേച്ചി കഴിച്ചോ? നവീന മെന്റൽ ഡോക്ടർ വിശന്നിട്ട് ഞാൻ ഭക്ഷണം വാങ്ങിക്കുമ്പോ ഈ പെണ്ണെന്താ പറയുന്നത് കഴിക്കരുതെന്നാണ്. വീഡിയോക്ക് വേണ്ടി മാത്രം, അതെ അതെ പോലീസിന് വേണ്ടി മാത്രമാണ് ഒന്ന് കഴിച്ചിട്ട് പറയാം. എന്ത് മഷ്റൂമാണാവോ? ബട്ടൺ മഷ്റൂം പണ്ടത്തെ അത്ര ടേസ്റ്റില്ല. പണ്ട് വളരെ നല്ലതായിരുന്നു. ഏതാ മട്ടൺ മട്ടൺ മഷ്റൂം. മട്ടൺ മഷ്റൂം. അതെ അതെ. കട്ടൻ പറയുമ്പോൾ മട്ടൻ കട്ടൻ ഒന്നുമില്ലടാ. എന്താ ബട്ടർമാനോ? അയ്യോ അവര് ഉള്ളിൽ പോകുന്നത് എങ്ങനെയുണ്ട് ദൃശ്യ ചേച്ചി കഴിച്ചിട്ട്? മോത് കാണുന്നില്ല. ചിരിച്ചു കാണിച്ചേ. ചേച്ചിക്ക് ഇഷ്ടമാണ്. ചേച്ചി ആദ്യമായിട്ട് ട്രൈ ചെയ്തു. ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു? ആണോ? ഇപ്പൊ ഞാൻ വാങ്ങിച്ച് സാധാരണ വീട്ടുകാരാണ് വാങ്ങിക്കാറുള്ളത്. എനിക്ക് പിന്നെ എങ്ങനെയാണ് പിന്നെ നോക്കി വാങ്ങിക്കാൻ അറിയില്ലായിരുന്നു. വാങ്ങിച്ച് വലിയ സംഭവമായിട്ട് വാങ്ങിക്കും. ഇത് ഇന്ന് കഴിക്കാനുള്ളത് നാളെ കഴിക്കാനുള്ളത് ഇങ്ങനെയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓൾറെഡി ഇരിക്കുകയാണെങ്കിൽ അതിൽ പുഴു ഉണ്ടാവും. നമ്മൾ ഡൗട്ട് ചെയ്യണം. ലൈറ്റിൽ കാണിച്ചു തരാം. പുഴു ഉണ്ടാവും ഡൗട്ട് ചെയ്യണം. കാരണം ഇത് നന്നായിട്ട് അമരുന്നുണ്ട്. പ്ലസ് ഓൾറെഡി ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് പഴുത്ത് വേണമെങ്കിൽ അർത്ഥം മനസ്സിലായില്ലേ? ഞാനൊക്കെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവള് ആളോട് പറഞ്ഞാലും പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ആള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാന കിട്ടിയോ? പുള്ളിനെ നമ്മളൊരു പുള്ളിക്കാരെ വാങ്ങിച്ച സാധനങ്ങൾ വീഡിയോയിൽ ഇടാനാണ് പറയുന്നത്. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞു കൊടുത്തേ നവീന. എന്തെങ്കിലും ആവട്ടെ. ഞാൻ സീതപ്പഴം കഴിക്കാനുണ്ട്. എടുത്തോ ചേച്ചി. അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേ. രണ്ടും നല്ലതാണ്. ഇങ്കിപ്പോ ഇത് നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാം അറിയാം ഈ തള്ളക്കില്. ഇത് നല്ലതല്ല തോന്നുന്നു. എന്റെ ബ്രീതിങ് പ്രോബ്ലം കാരണം ഇതാണെന്ന് തോന്നുന്നു. അത് കടുപ്പാ. പക്ഷെ ഒന്നിച്ചിട്ട് ഒന്നുകൊണ്ട് ഇറങ്ങി പോകുന്നില്ല. ഇത് നമുക്ക് നാളെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത് എടുക്കാം.
നെക്സ്റ്റ് നമ്മൾ കിവി എടുക്കാം. കിവി പിന്നെ എങ്ങനെ എടുത്താലും ഇനി സ്ട്രോബെറി എടുക്കുന്നുണ്ടോ? കിവി മധുരം ഉണ്ടോ ഇതിന്? പക്ഷെ അത് കെട്ടതാണോ ഇതാണോ ചെയ്തതാണോ? കെട്ടതാണ്. ഞാൻ ഇപ്പൊ കടലമിഠായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? എങ്ങോട്ട് വാങ്ങിനാ? അബിക്ക് IDM-ന് വേണ്ടിയിട്ട് വേറെയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും എത്തിക്കാരാണ്. ഞാൻ എത്തിക്കാം. അപ്പം നമുക്ക് ഫാബ്രിക് ജസ്റ്റ് ഒന്ന് നോക്കിയ ഒരു ഐഡിയ കിട്ടും. നീ നടക്കും. അങ്ങനെ നമ്മൾ ഫാബ്രിക് ഹൗസിലേക്ക് പോവുകയാണ്. ട്രാഫിക് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് വന്നു. വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം, ദിസ് ഇസ് മാരുതി വില്ല ആര്യപ്പള്ളി ലൈൻ 2. ഞാൻ പണ്ട് ആദ്യമായിട്ട് 2021 ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മെൻഷൻ ചെയ്യാം, ദേവിക അനിൽകുമാർ, ചിക്കു ജിജി, മനീഷ, ഗായത്രി ഗംഗ ബി, മീ ആൻഡ് സുജിത് കദലീൻ. ഇവിടെ ഒരു വീടുണ്ട്, നമുക്കിങ്ങനെ നോക്കിയാൽ അതൊരു മലയാളി വീടുണ്ട്. ഗ്രീൻ കളറിൽ കാണുമെന്ന് തോന്നുന്നില്ല. അവിടെ ആയിരുന്നു താമസിക്കണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ഇയറിലും അതെ കുറെ അവിടെ 2 മലയാളീസ് ഉണ്ടായിരുന്നു, അല്ല 3 മലയാളീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആരുമില്ല. മലയാളികൾ ഇങ്ങനെ കൈമാറി പിന്നെ അത് ഇപ്പൊ വേറെ ആൾക്കാരാണ്. വേറെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ നല്ലൊരു വീട്ടില് ഒരു കുട്ടി കുടുംബമൊക്കെ ആയിട്ട്, അയ്യോ കുട്ടിയില്ലാട്ടോ, ജീവിച്ചു. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള കുട്ടികൾ ഇവിടെ തൊട്ടടുത്ത് ആര്യപ്പള്ളിയിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട FD എടുക്കുന്നവര്, TD എടുക്കുന്നവര്, ആരായിരുന്നു നിങ്ങൾക്ക് വേണ്ട ഫാബ്രിക്സ് എല്ലാം ഇവിടെ തൊട്ടടുത്ത് accessible ആണ്. ഞങ്ങൾ വന്ന സമയത്ത് ദമ്ന വരെ നമുക്ക് പോകണമായിരുന്നു. ഇപ്പൊ അടുത്ത് ലിറ്ററലി ചില വീടിന്റെ പുറത്തെന്ന് പറയാം. അതെ. പക്ഷെ എന്നാലും ഇവിടെ വലിയ ഫാബ്രിക് ഒന്നും കിട്ടുന്ന എനിക്ക് തോന്നില്ല. എന്ന് വെച്ചാൽ നല്ല അടുത്ത് ഫാബ്രിക് വെൻഡേഴ്സ് കുറച്ച് കുറവാണ്. പക്ഷെ കിട്ടാവുന്നതിൽ നല്ലത് എന്ന് പറയാൻ വേണമെങ്കിൽ ഇവിടെ വരാം. അതെ. പിന്നെ പോവാട്ടോ, പത്മയിൽ പോവാം നിങ്ങൾക്ക്. പിന്നെ കുറെ പൃഷ്ടിയുണ്ട്, കുറെ കടകളുണ്ട്. ദമ്മിയിൽ കുറെ കടകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഫാക്കൽറ്റിയുടെ കടയായതുകൊണ്ട് പുള്ളിക്കാരി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വീട് പോലത്തെ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് ടൈം വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ ഓൺലൈനായിട്ട് സെക്കൻഡ് ടൈമാണ് വരുന്നത്. അന്ന് ഞാൻ ഓണത്തിന്റെ ടൈമിൽ എനിക്ക് ബ്ലൗസ് അന്വേഷിച്ച് ഞാൻ തുണിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ രൂപം. ഇതൊക്കെ ബിഗ് പീസസ് ആണ്. പക്ഷെ അവർ നല്ല വിലക്കാണ് അവർ വിൽക്കുള്ളൂ. ബിഗ് പീസസ് കൊണ്ട് വരുന്നില്ല. പല ലേസുകളുണ്ട്. ഇതൊക്കെ പ്ലെയിൻ തുണികളാണ്. ചെമ്പകം ഇടുന്ന ഷാന? ചെമ്പകം ചേച്ചി തന്നതാണ്. ഇതിന്റെ ചൈൽഡ്ഹുഡിലെ ഫേവറേറ്റ് മെമ്മറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് റൂമിൽ കൊണ്ട് വെക്കാം. ഇത് ഞാൻ എന്റെ ബുക്കിന്റെ ഇടയിൽ കൊണ്ട് വെക്കാം. നല്ല വേണ്ട ചേച്ചി മനസ്സിലാക്കും. വിഷ്വലൈസ് ചെയ്ത് കൂടി താങ്കൾ പറയാം. ഈ ഒട്ടിച്ചു വെക്കുന്ന നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക്സ് ഉണ്ട്. എനിക്ക് ഇവിടുത്തെ കോട്ടൺ ഫാബ്രിക്സ് ഒക്കെ നല്ല ഇഷ്ടമായി. പക്ഷെ ഒടുക്കത്തെ വിലയാണ്. കണ്ട ഇത് നല്ലതല്ലേ? അതേപോലെ ഇതൊക്കെ അതിന്റെ വേറൊരു കളറാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ അത് നല്ലതാ. കുറച്ചൊക്കെ നല്ലതാ. എല്ലാം നല്ലതാന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇവിടെ വേറെ പല ടൈപ്പ് ഫാബ്രിക്സ് ഉണ്ട്. ചിലതൊക്കെ നല്ല ഫാബ്രിക്സ് ആണ്. കോട്ടൻ്റെ ഒക്കെ ചിലതൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സിൻ്റെ ഫാബ്രിക് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഈ ഫാബ്രിക് അതിവിടെ ഇരിക്കുന്ന കാണാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇല്ല അവിടെ ഇല്ല, ഒന്നും കഴിഞ്ഞിരിക്കണം. അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടോ ഇവിടെ ബെൻഡിന്റെ ഫാബ്രിക് ഒക്കെ ഉണ്ടോ? അങ്ങനെ നമ്മള് അവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങി. ഷാൻ എന്ത് വാങ്ങി?
ഞാനൊരു അവരുടെ ബാഗ് ആണെന്ന് പറയപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് വാങ്ങിയത്. അപ്പൊ പിന്നെ ഐഡിയമിനുള്ള ഒരു പിങ്കും ഒരു ഗ്രീനും, അവളുടെ തീം ലോട്ടസ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേറബിൾ ആർട്ടിന് വേണ്ടിയിട്ട് വാങ്ങി. ഇനി ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇനി വേറെ എവിടേക്കും പോകണില്ലല്ലോ. ഞാൻ എവിടേക്കും പോകുന്നില്ല. എന്റെ മുടിയാണോ നോക്കുന്നത്? എന്റെ മുടി അല്ല അച്ഛനെയാണ് നോക്കുന്നത്.